നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. MLS-ൽ ഇന്റർ മയാമിക്ക് തോൽവി. 1-3 ഗോളുകൾക്ക് അറ്റ്ലാന്റ യുണൈറ്റഡ് ആണ് അവരെ പരാജയപ്പെടുത്തിയത്. ലിയോ മെസ്സി ഒരു ഗോൾ അടിച്ചു, പക്ഷേ ഇന്റർ മയാമി പരാജയപ്പെട്ടു. അറ്റ്ലാന്റ യുണൈറ്റഡിനായിട്ട് സബാ ലോബ്സിൻസയും അതുപോലെ ജമാൽ തിയാറയുമാണ് ഗോളുകൾ കണ്ടെത്തിയത്. മയാമിയുടെ മൈതാനത്ത് വെച്ച് നടന്ന മത്സരത്തിൽ മുന്നേറ്റ നിരയിൽ ലിയോ മെസ്സി, ലൂയിസ് സുവാരസ്, റോബ് ടൈലർ അങ്ങനെ വമ്പന്മാരെയൊക്കെയാണ് നിർത്തിക്കൊണ്ട് തന്നെയാണ് ഇന്റർ മയാമി കളിക്കാൻ ഇറങ്ങിയത്. പക്ഷേ കളിയുടെ ആദ്യ പകുതി അവസാനിക്കുന്നതിന് തൊട്ടു മുമ്പായിട്ട് ജോർജിയൻ താരം സബാ ലോബ്സിൻസയിലൂടെ അറ്റ്ലാന്റ യുണൈറ്റഡ് ലീഡെടുത്തു. രണ്ടാം പകുതിയിൽ 59-ാമത്തെ മിനിറ്റിൽ വീണ്ടും അദ്ദേഹം ഗോൾ അടിച്ചതോടെ അറ്റ്ലാന്റ യുണൈറ്റഡ് കളി വരുതിയിലാക്കുകയായിരുന്നു. എന്നാൽ മെസ്സിയുടെ ഒരു കിടിലൻ ഗോൾ 62-ാമത്തെ മിനിറ്റിൽ ഇന്റർ മയാമിക്ക് പ്രതീക്ഷകൾ നൽകി. ബുസ്കറ്റ്സിൽ നിന്ന് പന്ത് സ്വീകരിച്ചുകൊണ്ട് പെനാൽറ്റി ബോക്സിന് പുറത്തുനിന്ന് അദ്ദേഹം അടിച്ചു കയറ്റിയ ആ പന്ത് അറ്റ്ലാന്റ യുണൈറ്റഡിന്റെ വലയിലേക്ക് എത്തുന്നത് മനോഹരമായിട്ടുള്ള ദൃശ്യമായിരുന്നു. പക്ഷേ 73-ാമത്തെ മിനിറ്റിൽ സെനഗലീസ് താരം ജമാൽ തിയാറെ കൂടി ഗോൾ അടിച്ചപ്പോ 3-3 ഗോളുകളുടെ തകർപ്പൻ ജയം തന്നെ അറ്റ്ലാന്റ യുണൈറ്റഡ് സ്വന്തമാക്കുകയായിരുന്നു. എന്തായാലും MLS-ൽ ഇന്റർ മയാമിയുടെ മികച്ച കുതിപ്പാണ് ഇതുവരെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പോഴിതാ മെസ്സി കളിച്ചിട്ടും അവരൊരു കളി തോൽക്കുന്ന കാഴ്ച. ഈസ്റ്റേൺ കോൺഫറൻസിൽ പക്ഷേ ഇപ്പോഴും 1-ാം സ്ഥാനത്ത് ഇന്റർ മയാമി തന്നെയാണ്. 17 കളികളിൽ നിന്ന് 34 പോയിന്റാണ് അവർക്കുള്ളത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.